എം വിൻസെന്റ് MLA സബ്മിഷന് അനുമതി നൽകിയില്ല. ജനപ്രതിനിധികൾക്കും പോലീസിനും മറ്റ് സേനാംഗങ്ങൾക്കും നൽകുന്ന സല്യൂട്ട് നിർത്തണമെന്നായിരുന്നു ഈ സബ്മിഷനിലെ ആവശ്യം. സല്യൂട്ട് കിട്ടുന്നതോടെ തങ്ങൾ വല്ലാത്ത അധികാര കേന്ദ്രമാണെന്ന തോന്നൽ ജനപ്രതിനിധികളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നും സല്യൂട്ട് കിട്ടിയില്ലെങ്കിൽ ജനപ്രതിനിധികൾ കലഹിക്കുന്ന സംഭവം ഉണ്ടാകുന്നുവെന്നും എം വിൻസെന്റ് പറഞ്ഞു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ പരിഷ്കൃത ലോകത്ത് അത് ചേർന്ന ഒരു കാര്യമല്ല. ഞാൻ പലരോടും ചോദിച്ചു എന്തിന് സല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റാങ്കിൽ കൂടിയവരാണ്, അങ്ങനെയെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു സല്യൂട്ടിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം ഈ മന്ദിരത്തിനകത്തേക്ക് നമ്മൾ കറങ്ങുമ്പോൾ എല്ലായിടത്തും സല്യൂട്ടാണ്. മാത്രമല്ല ഈ പാവങ്ങൾ കുറേ സമയം ഇരുന്ന് കാല് കഴിച്ചൊന്ന് ഇരുന്നാൽ അപ്പം നമ്മൾ വരുമ്പോൾ അപ്പം ചാടി എഴുന്നേൽക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ സല്യൂട്ട് ചെയ്യാം. വലിയ സെർമോണിയൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പരേഡോ നടക്കുന്ന സമയത്ത് സല്യൂട്ട് ചെയ്യാം. നാഷണൽ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സല്യൂട്ട് ചെയ്യാം. അല്ലാതെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ കടന്നു ചെല്ലുമ്പോൾ പടക്കം പൊട്ടുന്നത് പോലെയാണ് സല്യൂട്ട് കേൾക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് കൊടുത്തത്. എനിക്കൊന്നും അവിടെ നിന്ന് മറുപടിക്ക് സന്നദ്ധരായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഏത് രീതിയിൽ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ അത് ഇതായി പോവും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ തരാത്തത്.